ഓക്കെ, സോ എനിക്ക് ആദ്യമായിട്ട് ഈ ഒരു പെർഫോമൻസിൽ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഇതിന്റെ സെറ്റ് ഭയങ്കര രസമായിരുന്നു. നമ്മളെല്ലാവരും ഒരു തറവാട്ട് മുറ്റത്ത് ഇങ്ങനെ പോയ ഒരു ഫീൽ ഉണ്ടായിരുന്നു. ഭയങ്കര ഭംഗിയായിട്ട് നിങ്ങൾ ആ ഒരു സെറ്റിൽ മാച്ച് ആവുന്ന കോസ്റ്റ്യൂംസും ഭയങ്കര പ്ലസന്റ് ആയിരുന്നു. നിങ്ങൾ വന്നപ്പോ തന്നെ നമുക്ക് ആ സെറ്റ് ഒന്നും കൂടി ഒന്ന് ഇടാൻ പറ്റുമോ? ആ ഒരു വീടും അതിന്റെ മുറ്റവും പിന്നെ ആ ഒരു മിക്ക തറവാട്ടിലും അതെ തുളസിത്തറയുണ്ട്. മറ്റേ നമ്മളിവിടെ അതിന് വേണ്ടിട്ട് പറ്റുന്ന ഒരു മാവ് റെഡിയാക്കിയിട്ടുണ്ട്, കിണർ. അതെ അതെ അതെ. അപ്പൊ മൊത്തത്തിൽ നമ്മളെല്ലാവരും നിങ്ങൾ വന്നപ്പോ തന്നെ ഞാനും ശ്വേതാജിയും പറഞ്ഞു എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സെറ്റിലാണ് നമ്മൾ നിൽക്കുന്നതെന്നുള്ളതാണ്. ആ ഒരു ഐഡിയക്ക് നമ്മൾ നല്ലൊരു കയ്യടി കൊടുക്കണം. ആൻഡ് അങ്കണത്തൈമാവിൽ നിന്ന് ആദ്യത്തെ പഴം വീഴുകെ അമ്മതൻ നേത്രത്തിൽ ഉതിർന്നു ചുടു കണ്ണീർ. ഈ ഒരു കവിത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മലയാളി ഒരിക്കലും എത്ര വർഷം കഴിഞ്ഞിട്ടാണെങ്കിലും വൈലോപ്പിള്ളി അദ്ദേഹം എഴുതി ഈ കവിത നമ്മൾ ആരും മറക്കില്ല. അമ്മമാരും മറക്കില്ല, കുട്ടികളും മറക്കില്ല. ആ ഒരു കവിത അതിന്റെ ഒരു ഇമോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും നമുക്ക് ആ കവിത കേൾക്കുമ്പോഴോ ആരെങ്കിലും ഇതുപോലെ പറയുമ്പോഴൊക്കെ ആ ഇമോഷൻ നമുക്ക് ഫീൽ ചെയ്യും. അപ്പം ശ്വേതാജിക്ക് എന്താണ് ഈ ഒരു പെർഫോമൻസിൽ ആദ്യം മനസ്സിൽ വന്നത്? അല്ല, ഞാൻ സ്വാസിയോട് പറഞ്ഞില്ലേ, എനിക്ക് എൻ്റെ തറവാട്ടിൽ പോയ ഒരു ഫീലിങ്ങും ആ ഒരു കിണറ്റിന്റെ അടുത്ത് കളിക്കലും മാവിന്റെ ചോട്ടില് ഇരുന്ന് കളിക്കലും പാള വെച്ച് വലിക്കലും ഇത് എനിക്ക് തോന്നുന്നു നിങ്ങൾ ഇപ്പോഴത്തെ തലമുറ എല്ലാം ഇത് ദേവാനന്ദ ഇത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടോ? പാളയില് ഇത് വലിച്ച് കളിച്ചിട്ടുണ്ടോ? ആക്ച്വലി ഇപ്പൊ ഞാൻ പോതാവൂല്ലാന്ന് ഇത് ഇങ്ങനെ തന്നെ എന്റെ വീട് പാളയെല്ലാം എല്ലായിടത്തും ഉണ്ട്, നമുക്ക് പറമ്പെല്ലാം ഉണ്ട്. പക്ഷെ ശ്വേതാജി പറഞ്ഞ ഒരുപാട് പേര് മിസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഒരുപാട് നാട്ടും പുറത്തെല്ലാം ഒരുപാട് ആൾക്കാർ, ഒരുപാട് കുട്ടികള്, എൻ്റെ മോൾ ഉൾപ്പെടെ പോവാൻ ഇഷ്ടപ്പെടാത്തത് ബിക്കോസ് അവർക്ക് തോന്നുന്നത് മണ്ണാണ് എന്നൊക്കെ. ആൾക്കാർ പറയും മണ്ണിൽ കളിച്ചാൽ ചിലപ്പോൾ എന്തെങ്കിലും കടിക്കും എന്നൊക്കെ പറയാറുണ്ട് കുറെ ആൾക്കാർ. പക്ഷെ സത്യം പറഞ്ഞാൽ മണ്ണിൽ ചെരുപ്പില്ലാതെ ഓടി കളിക്കുന്ന ആ ഒരു ഫീലിംഗ്, അതോട് നല്ലൊരു ഫീലിംഗ് വേറെ ഒന്നുമില്ല. യുനോ, നല്ലൊരു ആംബിയോൺസ്, നല്ലൊരു സെറ്റ്, നല്ലൊരു ബ്യൂട്ടിഫുൾ. നന്നായിട്ട് നിങ്ങൾ രണ്ടാളും നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. സോ ഐ റിയലി ഫെൽറ്റ് നൈസ്. പക്ഷേ ആ ഒരു ടേക്ക് ഓഫ് ഉണ്ടായിരുന്ന പോലെ ഒരു ക്രാഷ് ലാൻഡിങ് ആണ് ഉണ്ടായത്. എൻഡിൽ നിങ്ങൾ എന്ത് ആണ് ഉദ്ദേശിച്ചത്? ചെറിയൊരു ടെക്നിക്കൽ ഗ്ലിച്ചാ ഇത് വരുന്നത്. വന്നു കഴിഞ്ഞിട്ട് പിന്നെ മേലോട്ട് പോകുമ്പോഴാണ് മകളില്ല എനിക്ക് എന്നുള്ള ആ ഒരു തിരിച്ചറിവ്. സ്കിറ്റില് സോങ്ങും ഡാൻസും അതൊരു നല്ല ക്യൂട്ടായിട്ട് അത് ചെയ്തിട്ടുണ്ട്. വെരി വെരി ഗുഡ് ദീപ, നന്നായി ചെയ്തു. മോള് നന്നായിട്ട് പെർഫോം ചെയ്തു. മോള് നന്നായി ആ ഒരു സ്റ്റാർട്ടിങ് ഇമോഷൻസ് എല്ലാം നല്ലൊരു നോസ്റ്റാൾജിക് ഫീലിംഗ് ആണ് നിങ്ങൾ തന്നത്. താങ്ക് യു സോ മച്ച്. എന്തായാലും നമുക്ക് ജ്വാല ആ കവിത ഒന്ന് ചൊല്ലട്ടെ അല്ലേ? ജ്വാലക്കുട്ടിക്ക് മോൾക്കും അറിയോ? രണ്ടാളും 2 വരി അറിയുള്ളൂ, പക്ഷെ വേറൊരു കവിത 4 വരി അറിയാം. അല്ല 4 വരിയല്ല, ഒരു 2 പാരഗ്രാഫ്. എന്നാ അത് ആദ്യം ചൊല്ലു നോക്കട്ടെ. ഇപ്പൊ ഏഴാച്ചേരി രാമചന്ദ്രന്റെ കണ്ണും വിരലും മാത്രമാണ്. പുസ്തകവും ചോറ്റുപാത്രവും സ്ലേറ്റും പുത്തനുടുപ്പും മഷിപ്പച്ചയും 5-6 കുട്ടികൾ തങ്ങളിൽ ടിക്കുമൊരംഗഭംഗം വന്ന് ബെഞ്ചും പുത്തനാം വാക്കിൻ തിരയിളക്കങ്ങളും തൊട്ടതിനൊക്കെ പിണക്കങ്ങളും ഉച്ചയ്ക്കൊരിത്തിരിത്തോരും മഴയിലോടുക്കെ കഴുകും ഇളം ചിരിയും രക്തസാക്ഷിത്വം വരിച്ച സ്വപ്നങ്ങളെ സ്വർഗസ്ഥരായ വികാരങ്ങളെ ഒന്നുമേ മിണ്ടുവാനാവാതെ ശക്തരാം ഞങ്ങളരക്കിറുക്കന്മാർ. ഒന്നുമേ മിണ്ടുവാനാവാതെ ശക്തരാം ഞങ്ങളരക്കിറുക്കന്മാർ. വെരി ഗുഡ്. അന്ന് ഇംഗ്ലീഷ് പാട്ട് പാടി. അല്ല, അത് മാത്രമല്ല സിമ്പിൾ ലാംഗ്വേജ് ആണ്, എനിക്ക് മനസ്സിലായി, അതുകൊണ്ടാണ്. നന്നായിരുന്നു കേട്ടോ മോളെ. ഇനി നമുക്ക് അങ്കണത്തൈമാവിൽ ആ ഒരു കവിത തന്നെ ജ്വാലക്കുട്ടി നമുക്ക് വേണ്ടി പാടിത്തരും. അങ്കണത്തൈമാവിൽ നിന്നാദ്യത്തെ പഴം വീഴ്കെ
അമ്മ തൻ നേത്രത്തിൽ നിന്നുതിർന്നു ചുടു കണ്ണീർ. 4 മാസത്തിൻ മുമ്പിലേറെ നാൾ കൊതിച്ചിട്ടി ബാലമാഗന്ധം പൂവെട്ടുണികൾ വിരിയവേ. അമ്മ തൻ മണിക്കുട്ടൻ പൂത്തിരി കത്തിച്ച പോൽ അമ്മലർ ചെണ്ടൊന്നൊടിച്ചാഗ്ലാദിച്ചടുത്തെത്തി. ചൊടിച്ചു മാതാവപ്പോൾ ഉണ്ണികൾ വിരിഞ്ഞ വിറുത്തു കളഞ്ഞല്ലോ കുസൃതി കുരുന്നേ നീ. സൂപ്പർ. താങ്ക് യു ജ്വാലക്കുട്ടി. Thank you, നമുക്ക് ജ്വാലക്കുട്ടി. എപ്പോഴും പ്രിയപ്പെട്ട ആ ഒരു കവിത ഒന്നും കൂടി ഈ വേദിയിൽ നമുക്ക് വേണ്ടി ചൊല്ലി തന്നതിന് താങ്ക് യു.